നമസ്കാരം. ആധുനിക യുദ്ധക്കളത്തിലെ അതിനൂതന പോരാളികളാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾ. ശത്രു റഡാറുകൾ, ഇൻഫ്രാറെഡ് സെൻസറുകൾ, സോണാർ തുടങ്ങിയ നിരീക്ഷണ സംവിധാനങ്ങളിൽ അകപ്പെടാതെ പരമാവധി മറിഞ്ഞിരുന്നുള്ള പ്രവർത്തനത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അദൃശ്യ ഗുണങ്ങളോടുകൂടിയ സൈനിക വിമാനങ്ങളാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾ. ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെയുള്ള ശക്തമായ ആക്രമണമാണ് ഇത്തരം വിമാനങ്ങളുടെ പ്രത്യേകത. സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് അദൃശ്യമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകുന്നത് അവയുടെ പുറംപാളിയിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രത്യേക വസ്തുക്കളാണ്. മെറ്റാമെറ്റീരിയലുകൾ, ഗ്രാഫീൻ, എംഎക്സീൻ, കാർബൺ നാനോ ട്യൂബുകൾ, അഡ്വാൻസ്ഡ് സെറാമിക്സ് എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക കോട്ടിംഗ് വസ്തുക്കളാണ് വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് ശേഷി പ്രദാനം ചെയ്യുന്നത്. സാധാരണയായി റഡാർ തരംഗങ്ങൾ വിമാനങ്ങളിൽ തട്ടുമ്പോൾ അവ തിരിച്ച് റഡാർ സംവിധാനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് വിമാനങ്ങളുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച അടയാളങ്ങൾ റഡാറുകൾ പോലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതേസമയം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന വിമാനങ്ങളിൽ റഡാർ സിഗ്നലുകൾ അടക്കമുള്ള നിരീക്ഷണ തരംഗങ്ങൾ ചെന്നുപതിക്കുമ്പോൾ അത്തരം വിമാനങ്ങളിലെ പ്രത്യേക കോട്ടിങ്ങുകൾ അത്തരം തരംഗങ്ങളെ ആഗീകരണം ചെയ്യുകയോ അല്ലെങ്കിൽ തിരികെ പോകാതിരിക്കും വിധം താപമാക്കി മാറ്റുകയോ ചിതറിക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ റഡാർ തരംഗങ്ങളെ ആഗീകരണം ചെയ്യുകയോ ചിതറിക്കുകയോ ചെയ്യാനായി വിമാനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന കോട്ടിങ്ങുകളാണ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മികവ് പകരുന്നത്. അത്തരത്തിൽ വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് ശേഷി പ്രദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു കോട്ടിംഗ് വസ്തുവാണ് മെറ്റാമെറ്റീരിയലുകൾ. വൈദ്യുത കാന്തിക തരംഗങ്ങളെ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത കൃത്രിമ വസ്തുക്കളാണ് മെറ്റാമെറ്റീരിയലുകൾ. കാൺപൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മെറ്റാമെറ്റീരിയൽ വസ്തുക്കൾക്ക് റഡാർ തരംഗങ്ങളെ വളയ്ക്കാനുള്ള ശേഷിയുണ്ട്. മാത്രവുമല്ല, ഇത്തരം വസ്തുക്കൾക്ക് റഡാർ സിഗ്നലുകളെ ആഗീകരണം ചെയ്യാനും വ്യതിചലിപ്പിക്കാനും കഴിയും. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCA-യുടെ പുറംപാളിക്കായി മെറ്റാമെറ്റീരിയലുകൾ ഉപയോഗപ്പെടുത്തിയുള്ള അൻലാഖ്യ എന്ന പരിസ്ഥിതി സൗഹാർദ്ദ കോട്ടിംഗ് ആണ് വിനിയോഗപ്പെടുത്തുന്നത്. സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പുറംപാളിയിൽ ഉപയോഗപ്പെടുത്തി വരുന്ന മറ്റൊരു പദാർത്ഥമാണ് ഗ്രാഫീൻ. ഇത് ഒരു അത്ഭുത കാർബൺ പാളിയാണ്. ഗ്രാഫീൻ അസാധാരണമായ വൈദ്യുത ചാലകത പ്രകടിപ്പിക്കുകയും വൈദ്യുത കാന്തിക തരംഗങ്ങളെ ഫലപ്രദമായി ആഗീകരണം ചെയ്ത് താപമാക്കി മാറ്റുകയും ചെയ്യുന്നു. വിവിധ ശാസ്ത്ര ജേണലുകളിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണങ്ങൾ പ്രകാരം ഗ്രാഫീൻ എന്ന കാർബൺ പാളി ഭാരം കുറഞ്ഞതും വഴക്കമുള്ളതുമാണ്. അതേസമയം വിശാലമായ ആവൃത്തി ആഗീകരണം ചെയ്യാനുള്ള കഴിവുകളും ഈ പാളി വാഗ്ദാനം ചെയ്യുന്നു. യുദ്ധവിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് ശേഷി പകരാനായി ഉൾച്ചേർക്കുന്ന മറ്റൊരു വസ്തുവാണ് എംഎക്സീൻ. 2011 കണ്ടെത്തിയ എംഎക്സൈൻ വസ്തുക്കൾ ശ്രദ്ധേയമായ റഡാർ ആഗീകരണ സവിശേഷതകൾ പ്രകടമാക്കുന്ന ദ്വിമാന കാർബൈഡുകളാണ്. നാസ ഗവേഷണ ഡാറ്റാബേസുകൾ പ്രകാരം ഈ വസ്തുക്കൾക്ക് തീവ്രമായ താപനിലയിൽ ഘടനാപരമായ സമഗ്രത നിലനിർത്തിക്കൊണ്ട് നിർദ്ദിഷ്ട ഫ്രീക്വൻസി ശ്രേണികളിൽ 99% ആഗീകരണ കാര്യക്ഷമത കൈവരിക്കാൻ കഴിയും. നിരീക്ഷണ വലയങ്ങളിൽ പെടാതെ പ്രവർത്തിക്കാനാകും വിധമുള്ള സ്റ്റെൽത്ത് ശേഷി യുദ്ധവിമാനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന മറ്റൊരു വസ്തുവാണ് അഡ്വാൻസ്ഡ് സെറാമിക്സ്. ഇവ ഹീറ്റ് റെസിസ്റ്റന്റ് സ്റ്റെൽത്ത് സൊല്യൂഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അഡ്വാൻസ്ഡ് സെറാമിക്സിന് റഡാർ തരംഗങ്ങളിൽ നിന്നുള്ള ഊർജത്തിന്റെ 90%-ലധികം ആഗീകരണം ചെയ്യാനും 1800 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില നേരിടാനും കഴിയുമെന്നാണ് ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പോളിമർ അധിഷ്ഠിത കോട്ടിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി സെറാമിക്സ് ജലനഷ്ടത്തെ പ്രതിരോധിക്കുകയും കഠിനമായ സാഹചര്യങ്ങളിൽ ഫലപ്രാപ്തി നിലനിർത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രത്യേക സവിശേഷതകളോടുകൂടിയ വിവിധ വസ്തുക്കളാണ് വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് ശേഷി പകരുന്നതിനായി പ്രയോജനപ്പെടുത്തി വരുന്നത്. വിശാലമായ സ്പെക്ട്രം അദൃശ്യത കൈവരിക്കുന്നതിനായി ആധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പാളികളിൽ ഒന്നിലധികം വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. ഗ്രാഫീൻ, സെറാമിക്സ്, കാർബൺ ഘടനകൾ എന്നിവ സംയോജിപ്പിക്കുന്ന സംയോജിത സമീപനങ്ങൾ എത്ര ശക്തമായ റഡാർ തരംഗങ്ങളെയും ആഗീകരണം ചെയ്യാൻ കെൽപ്പുള്ളവയാണെന്നാണ് പ്രതിരോധ വ്യവസായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവയ്ക്ക് പുറമെ പ്രതിരോധ ഗവേഷണ രംഗത്ത് പുതുപുത്തൻ നൂതന ആശയങ്ങൾ പരീക്ഷണത്തിന്റെയും വികസനത്തിന്റെയും ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വിമാനങ്ങളെ എത്ര അത്യാധുനികമായ റഡാർ ഫ്രീക്വൻസികളിൽ നിന്നും മറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന അടുത്ത തലമുറ വസ്തുക്കളെ കുറിച്ചുള്ള പഠനങ്ങളാണ് അത്തരം ഗവേഷണങ്ങളുടെ ഭാഗമായി നടന്നു വരുന്നത്. അതിന്റെ ഫലമായി വ്യത്യസ്ത ഭീഷണി ഫ്രീക്വൻസികളോട് തത്സമയം പ്രതികരിക്കുന്ന അഡാപ്റ്റീവ് കോട്ടിങ്ങുകൾ ഉടൻ ശാസ്ത്രലോകം പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.